കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം ഇന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യം. അവിടെ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സ്വന്തം പട്ടണത്തിലെത്തിയപ്പോൾ അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാത രോഗിയെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. 8-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ ഗദരദേശത്ത് ചെന്നിറങ്ങിയ കർത്താവിന് എതിരേറ്റ ഭൂതം ബാധിച്ച 2 വ്യക്തികളുടെ ഭൂതത്തെ പുറത്തു കളഞ്ഞു. ആ ഭൂതങ്ങൾ പന്നികളിലേക്ക് അതിവേഗം കയറി ചെന്നു. ആ പന്നികൾ മുഴുവനും കടലിലേക്ക് പാഞ്ഞു ചെന്ന് വീർപ്പുമുട്ടി ചത്തുടിങ്ങി. ഇത് കണ്ട ദേശനിവാസികളെ കർത്താവിനോട് അവിടം വിട്ട് പോകുവാൻ അപേക്ഷിച്ചു. തുടർന്ന് കർത്താവ് സ്വന്തം പട്ടണത്തിലേക്ക് വരികയാണ്. അപ്പോൾ കർത്താവിനെ എതിരേൽക്കുന്നത് കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാത രോഗിയാണ്. യേശു അവരുടെ വിശ്വാസം കണ്ട് അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ എടുത്തുകൊണ്ടുവന്ന ആ വ്യക്തികളുടെ വിശ്വാസത്തെ ദൈവം കണ്ടു. രോഗിയായി കിടക്കുന്ന വ്യക്തിയുടെ വിശ്വാസമല്ല, കർത്താവിൻ്റെ അടുക്കൽ ഇവനെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ സൗഖ്യമുണ്ടാകും എന്ന് വിശ്വസിച്ച ആ പ്രിയപ്പെട്ടവരുടെ വിശ്വാസത്തെ കർത്താവ് കാണാതിരുന്നില്ല. കർത്താവ് കണ്ടു. അപ്പോൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് രോഗിയുടെ വിശ്വാസം മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വിശ്വാസം കർത്താവ് നോക്കും എന്നുള്ളതാണ്. ഇവിടെ അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. പക്ഷപാത രോഗിയാണ്, കിടപ്പിൽ കിടക്കുകയാണ്. നിൻ്റെ പക്ഷപാത രോഗം സൗഖ്യമാകട്ടെ എന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടുവന്ന അവർ പോലും ചിലപ്പോൾ അന്തിച്ചു പോയി കാണും, അതിശയിച്ചു പോയി കാണും. കർത്താവ് പറയുന്നത് നിൻ്റെ പാപം മോചിച്ച് തന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവൻ പാപത്താൽ പിടിക്കപ്പെട്ടു, പാപത്താൽ രോഗത്താൽ മരണം. അപ്പോൾ ഇവൻ്റെ രോഗത്തിന് സൗഖ്യം വരണമെങ്കിൽ ഇവനിൽ വ്യാപരിക്കുന്ന പാപത്തിന് മോചനമുണ്ടാകണം. അതാർക്കേ അറിയത്തുള്ളൂ? കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. കൊണ്ടുവന്നവർക്കറിയത്തില്ല, കിടക്കുന്നവരെ വ്യക്തമായിട്ട് പിടികിട്ടുന്നില്ല, ചുറ്റും നിൽക്കുന്നവർക്കറിയത്തില്ല. എന്നാൽ സകലതും അറിയുന്ന കർത്താവ് അവനോട് പറയുന്നു, നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു. അപ്പോൾ പാപം മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ രോഗത്തിന് സൗഖ്യമുണ്ടാകും, നിത്യമരണത്തിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകും. അപ്പോൾ പാപം മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ചെല്ലുന്ന മേഖലയിലെല്ലാം ആളുകൾ തടിച്ചുകൂടും. ചിലർ അത്ഭുതം കാണുവാൻ, ചിലർ വിശ്വാസത്തോടെ, ചിലർ കർത്താവിനെ പരീക്ഷിക്കുവാൻ, ഇവനെന്ത് ചെയ്യുന്നു എന്ന് കണ്ടിട്ട് അതിനെതിരെ കുറ്റം പറയുവാനൊക്കെ കൂടുന്ന പല രീതിയിലുള്ള മനോഭാവമുള്ള ആളുകൾ അതിന്നുമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ചില ശാസ്ത്രിമാർ കർത്താവ് ഈ പറഞ്ഞ വാക്കിനെതിരെ പറയുകയാണ്. ഇവൻ ദൈവദൂഷണം പറയുന്നു എന്നുള്ളം കൊണ്ട് പറഞ്ഞു. അവർ പരസ്യമായി പറഞ്ഞില്ല, പക്ഷെ ഉള്ളിൽ അവർ പറഞ്ഞു. എന്നാൽ ഉള്ളങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന, ഉള്ളങ്ങളുടെ നിരൂപണങ്ങൾ, ചിന്തകളെ, വിചാരങ്ങളെ, ആഗ്രഹങ്ങളെല്ലാം മുന്നമേ അറിയുന്ന കർത്താവ് അതറിഞ്ഞു. യേശുവരുടെ നിരൂപണം ഗ്രഹിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്ന എന്ത്? കർത്താവരോട് ചോദിക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുകൊണ്ട് നിരൂപണം? കർത്താവ് ചോദിക്കുന്നതിന് മറ്റൊരർത്ഥം നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം എന്നുള്ളതാണ്. നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. കർത്താവിൻ്റെ പല മേഖലയിൽ പല സ്ഥലത്ത് തനിക്കെതിരെ
തന്നെ പരീക്ഷിച്ചും കളിയാക്കിയും തന്നെ കുറ്റപ്പെടുത്തിയും പറഞ്ഞവരോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ മറുപടിയൊന്നുമില്ല. എന്നാൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ടു. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ആ ചോദ്യം ഉള്ളിൽ ഉന്നയിച്ച ആളുകൾ നോക്കി നിൽക്കെ കർത്താവ് പറയുന്നു, പാപങ്ങളെ മോചിപ്പിക്കുവാൻ മനുഷ്യപുത്രൻ ആരാണ്? ക്രിസ്തു. തനിക്ക് അധികാരമുണ്ട് എന്ന് വ്യക്തമായി വെളിപ്പെടുത്തുക. അവനോട് പറഞ്ഞു, നിന്റെ കിടക്കയെടുത്ത് നടക്കാം. അവനെ സൗഖ്യമാക്കി. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. ഇത് കണ്ട ജനം അത്ഭുതപ്പെട്ടു. ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ പക്ഷപാത രോഗിയുടെ പാപം മോചിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ രോഗത്തിന് സൗഖ്യം. അവൻ എഴുന്നേൽക്കുന്നു, നടക്കുന്നു, ഭവനത്തിലേക്ക് പോകുന്നു. ഇന്ന് പ്രഭാതത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പാപത്തിൻ്റെ അധികാരങ്ങൾ രോഗമായി ജീവിതത്തിൽ വാഴ്ച നടത്തുന്നുവെങ്കിൽ അതിൻ്റെ മേൽ അധികാരമുള്ള കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കർത്താവ് സൗഖ്യം നൽകട്ടെ. നമ്മുടെ വിടുതൽ കണ്ടുകൊണ്ട് നമ്മളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ അവസ്ഥ, രോഗം കണ്ട ആളുകൾ മഹത്വപ്പെടുത്തത്തക്കവണ്ണം, കർത്താവിനെ സ്തുതിക്കത്തക്കവണ്ണം ദൈവ വിടുതൽ നമ്മുടെ ഭവനങ്ങളിൽ, ദേശത്ത്, നമ്മുടെ സഭകളിൽ, വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.